ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു കോഡ് സെറ്റാണ് ചെയ്തെടുക്കുന്നത്. ഫ്ലാറ്റ് കോളറായിട്ട് പ്രിൻസസ് കട്ട് വരുന്ന ഒരു ടോപ്പും ഒരു ലൂസ് പലാസോ ആണ് ഈ ഒരു കോഡ് സെറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ ടോപ്പിനും 2 മീറ്റർ പാൻറ്റിനും കൂടി 4.5 മീറ്ററാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ തുണി രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല വശം അകത്ത് വരത്തക്ക രീതിയിൽ ഉൾഭാഗത്തേക്കായിട്ടാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ അളവുകളൊക്കെ മോശം വശത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് ഈ ഒരു കുർത്തിക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 46 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു കുർത്തിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസ് 2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് 48 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. തുണി ഇതേപോലെ മടക്കിയിടുന്ന സമയത്ത് ഈ ഒരു തുണിയിൽ വരുന്ന പ്രിൻറ്റ് ഒരേപോലെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം മടക്കിയെടുക്കാൻ. ഇതിലിപ്പോൾ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പീസിന് വേണ്ടി മാത്രം ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത ശേഷമാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ എനിക്കിവിടെ 15 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളറിനൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ കോളറിനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു 4 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 7.25 ഇഞ്ചാണ് ഷോൾഡർ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാക്ക് പീസിൽ നമ്മൾ 3/4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുക. അത് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ആ ഒരു വീതി 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് താഴത്തോട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ ലെങ്ത്ത് വരച്ചെടുക്കാം. ആം ഹോൾ ലെങ്ത്ത് എനിക്കിവിടെ 7.25 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 3/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോളർ നെക്ക് ആയതുകൊണ്ടാണ് ബാക്ക് നെക്കിന് ഈ ഒരു ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു ചെറിയ യു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റും കൂടി ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആം ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം. എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് ഷോൾഡറിൽ നിന്നും താഴോട്ട് 14 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഹിപ്പ് റൗണ്ട് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 21 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സീം അലവൻസ് 1.5 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ 10.5 ഇഞ്ചാണ് വേണ്ടത്. ഇത് എ ലൈനായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് 11 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇനി ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തോട്ടേക്ക് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എ ലൈനായിട്ടാണ് ഞാൻ ഈ ഒരു കുർത്തി ചെയ്തെടുക്കുന്നത്. അപ്പോൾ തുണിയുടെ വിഡ്ത്ത് അനുസരിച്ച് ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ്. താഴെ വരെ ഞാൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് 2.5 ഇഞ്ച് പോയിൻ്റ് മേലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് കേർവ് ഷേപ്പിൽ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2 സൈഡും തൂങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ 2 ടക്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10.5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉൾഭാഗത്തോട്ടായിട്ട് 4.25 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടക്സിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 2 സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കുർത്തി നല്ല ബോഡി ഷേപ്പായിട്ട് കിടന്നോളും.
ഇനി ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്തും ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്തും ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക. ആം ഹോളിൻ്റെ സൈഡിലും നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലും ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെയാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓപ്പൺ സൈഡ് വരുന്ന രീതിയിലാണ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തായിട്ട് ഇതേപോലെയാണ് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ബാക്ക് സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലും ഫോൾഡഡ് സൈഡാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണിയുടെ മേലെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓപ്പൺ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ ഫോൾഡഡ് സൈഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു ബാക്ക് പീസിൻ്റെ അതേ അളവിൽ ഷോൾഡർ സ്ലോപ്പും ആം ഹോൾ റൗണ്ടും പിന്നെ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് പോർഷനിൽ 1.5 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഓപ്പൺ സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു താഴെ വരെ. അത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഷോൾഡറും ആം ഹോൾ ലെങ്ത്തും ചെസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രണ്ട് പീസിലും ഷോൾഡർ വിഡ്ത്ത് 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. താഴോട്ടേക്ക് ആം ഹോൾ ലെങ്ത്തും 7.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ബാക്ക് പീസിനേക്കാളും ഫ്രണ്ട് ഭാഗത്തെ ആം ഹോളിൻ്റെ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുത്ത ശേഷം ഉൾഭാഗത്തേക്കായിട്ടൊരു 1/4 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു മുകൾ ഭാഗത്തു നിന്ന് ആ ഒരു ചരിച്ച് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടാണ് ആം ഹോൾ കർവ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് കർവ് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ ഭാഗത്തോട്ടായിട്ടാണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കോളർ നെക്കാണ്. അപ്പോൾ 3.25 ഇഞ്ച് വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം ഒരു കേർവ്ഡ് വി പോലെയാണ് ഈ ഒരു കോളർ നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. കോളർ നെക്കിന് വേണ്ടി മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇതേപോലെ നല്ല യു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പാടില്ല. ഇതേപോലെ ഒന്ന് കേർവ് വി ഷേപ്പ്, വി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, യു ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയുള്ള രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ നെക്കിനോട് ചേർന്ന് ആ ഒരു കോളർ വരിക. ഇനി ഷോൾഡർ സ്ലോപ്പും കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ പ്രിൻസസ് കട്ടിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് നമ്മുടെ ബസ് പോയിന്റ് വരുന്ന ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അതുകൊണ്ട് 1/2 ഇഞ്ചും കൂടി കൂട്ടി 10.5 ഇഞ്ചിലാണ് ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ സൈഡിൽ നിന്നും ഉൾഭാഗത്തേക്കായിട്ട് 4 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻസസ് കട്ടിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുക്കണം. ഇവിടെ എനിക്ക് ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആം ഹോൾ കർവിൻ്റെ ആ ഒരു ഭാഗം 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 9 ഇഞ്ചാകുമ്പോൾ 4.5 ഇഞ്ച്, 4.5 ഇഞ്ച് കഴിഞ്ഞ് 1/2 ഇഞ്ച് നമുക്കിപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം പോകും. അതുകൊണ്ട് 5 ഇഞ്ചിലൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നുമാണ് നമ്മൾ ഈ ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ബസ് പോയിൻ്റ് ഭാഗത്തേക്ക് കേർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നത്. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് വരുന്ന ആ ഒരു ഭാഗം, അതായത് 14 അല്ലെങ്കിൽ 14.5 ഇഞ്ചിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടം വരെ സ്ട്രൈറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് താഴെ ഭാഗത്ത് നമ്മുടെ ഈ ഒരു കുർത്തി രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ എത്ര വിഡ്ത്തുണ്ടോ അതിൻ്റെ നേർപകുതിയിലേക്ക് ഈ ഒരു ലൈന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ എനിക്ക് ചെസ്റ്റ് റൗണ്ട് 10 ഇഞ്ചാണ്, വേസ്റ്റ് റൗണ്ട് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗം 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പ്രിൻസസ് കട്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പീസുകൾ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ സീം അലവൻസ് 1.5 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എല്ലാ ഭാഗത്തും.
അളവുകളൊക്കെ മാർക്ക് ചെയ്ത ശേഷം ആ ഒരു പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് ഇതേപോലെ ചരിച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഫോൾഡ് ചെയ്ത് വെക്കേണ്ട ഭാഗം ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ഒരു പീസിൽ നിന്നും സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10.5 ഇഞ്ച് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും താഴോട്ടേക്ക് 8 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു 8 ഇഞ്ചിൻ്റെ മിഡ് പോയിൻറ്റ് 4 ഇഞ്ചിൽ ഇതേപോലെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ടക്സിൻ്റെ ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. 2 പീസിൽ നിന്നും ഇതേപോലെ വരച്ചെടുത്ത ശേഷം ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കുർത്തി നല്ല ബോഡി ഷേപ്പിൽ നിൽക്കും. ഇനി ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്നും 2.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ 2 പീസിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് ഒരു 1/4 ഇഞ്ച് ഈ ഒരു പീസിൽ നിന്നും 1/4 ഇഞ്ച് ഇങ്ങേ ഭാഗത്തുള്ള ഈ ഒരു സൈഡ് പീസിൽ നിന്നും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് വരുന്ന ചുളിവ് ഒഴിവാക്കാൻ പറ്റും. ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഞാനൊരു നോർമൽ 3/4 സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ അടിവശത്തൊരു പീസും കൂടി എക്സ്ട്രാ ജോയിൻ ചെയ്തിട്ട് ഒരു പ്ലാക്കറ്റും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത് എനിക്ക് വേണ്ടത് 16 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തും കൂടി ചേർത്ത് 17 ഇഞ്ചിലാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്തിട്ട് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് റൗണ്ട് അടിവശത്ത് 5.5 ഇഞ്ചും ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചുമാണ് വേണ്ടത്. ഈ ഒരു ക്യാപ് റേറ്റ് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതേപോലെ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ജോയിൻ ചെയ്ത് വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നാലര മീറ്ററിൽ ബാക്കി വന്ന തുണി കൊണ്ട് നമുക്കൊരു ലൂസ് പലാസോ പാൻറ്റും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ പലാസോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത് 38 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 35 ഇഞ്ചാണ് ഈ ഒരു മെറ്റീരിയൽ എനിക്ക് രണ്ടായിട്ട് മടക്കിയിട്ടപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് പോരാ. അപ്പോൾ ബാക്കി വരുന്ന പീസ് ഞാൻ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4.5 മീറ്റർ തുണി എടുത്താൽ ധാരാളമാണ്. പക്ഷേ ഞാനിവിടെ ലെങ്ത്ത് ആയിട്ടുള്ള കുർത്തിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 3/4 സ്ലീവും കൂടി അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു. അതുകൊണ്ടാണ് കുറച്ച് തുണി ഷോർട്ടായിട്ട് വന്നിട്ടുള്ളത്. അത് കുഴപ്പമില്ല. നമുക്ക് സൈഡ് പീസിൽ എക്സ്ട്രാ കുറേ പീസ് വരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പാൻസിൽ മുകൾ ഭാഗത്ത്, അതായത് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത് എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ വേണം. അടിവശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും 1.5 ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഈ ഒരു പലാസോ പാൻറ്റിന് വേണ്ടിയിട്ട് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 4ആയിട്ട് മടക്കിയിട്ടിട്ട് ശേഷം നമ്മുടെ തുണി കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ ജോയിൻ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് 7 ഇഞ്ചോളം എക്സ്ട്രാ വേണം. അത് നമ്മൾ മുകൾ ഭാഗത്ത് ആ ഒരു തുണിയിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രോച്ച് ലെങ്ത്ത് 14 ഇഞ്ചോളം വേണം. അപ്പോൾ ആ ഒരു മുകൾ ഭാഗത്തെ തുണിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലെങ്ത്തും കണക്കാക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിലാണ് എടുക്കുന്നത്. അപ്പം 14 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ക്രോച്ച് ലെങ്ത്ത് മുകൾ ഭാഗത്തെ ആ ഒരു പീസ് ജോയിൻ ചെയ്യേണ്ട പോർഷനും കൂടി നോക്കിയിട്ട് ടോട്ടൽ 14 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ അടിവശത്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്ത്, അതായത് നമ്മുടെ ഏറ്റവും അടിവശത്ത് വരുന്ന ലൂസ് എന്ന് പറയുന്നത് 8 ഇഞ്ചോ 9 ഇഞ്ചോ നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ
9 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്രോച്ച് ലെങ്ത് വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പലാസോ പാൻറ്റ് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് തുണി വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് അത്യാവശ്യം തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 4 മീറ്റർ അല്ലെങ്കിൽ 4.5 മീറ്റർ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പിന് എനിക്ക് കുറച്ച് ലെങ്ത്ത് വേണ്ടതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ടേജ് വന്നിട്ടുള്ളത്. പാൻസിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട പീസസ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നും ഇപ്പം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നാണ് മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്യേണ്ട ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത്. അതുകൊണ്ട് 4 പീസായിട്ടാണ് കിട്ടുക. അപ്പോൾ എത്ര ലെങ്ത്തിലാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്ത് എലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം. മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 4 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തുണി ആ ഒരു സൈഡിൽ നിന്നും അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം 2 പീസ് ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കി എടുത്ത ശേഷം പാൻസിൻ്റെ ഒരു പീസിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എനിക്ക് തുണി തികയാത്തത് കൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസസ് ഉണ്ട്. അപ്പോൾ 2 പീസ് ജോയിൻ ചെയ്ത ശേഷം ഒരു കാലിൻ്റെ ആ ഒരു തുണിയിൽ മുകൾ ഭാഗത്തായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ മറ്റേ കാലിനും 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ 2 പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ നല്ല വശവും പാൻസിൻ്റെ പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നേരെ വെച്ച് കൊടുത്ത ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതേപോലെ എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പീസ് നമുക്ക് അറിയാനൊന്നും പോകുന്നില്ല. അത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് വരുന്നതാണ്, ഉൾഭാഗത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. മറ്റേ പീസും അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. 2 പീസും ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ക്രോച്ച് ഏരിയ ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലെ ക്രോച്ച് ഏരിയ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ കാലിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കാലിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഏറ്റവും അടിവശം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി കുറച്ച് വീതിയിൽ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു അരികു വശത്ത് കൂടി
സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉൾഭാഗത്തേക്കാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 കാലിൻ്റെ ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അടിവശത്ത് നമ്മൾ എത്രയാണോ ലൂസ് കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കാലിൻ്റെ അടിവശം മുതൽ മറ്റേ കാലിൻ്റെ അടിഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 9 ഇഞ്ചാണ് ലൂസ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇനി മുകൾ ഭാഗത്ത് എലാസ്റ്റിക് ഇടുന്ന ഭാഗം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ആദ്യം ഒരു 1/4 ഇഞ്ച് അളവിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കുക. എത്ര വീതിയിലാണോ എലാസ്റ്റിക് കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കണം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എത്തുന്ന ഭാഗത്തേക്ക് കുറച്ച് ഭാഗം വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുവഴി നമുക്ക് എലാസ്റ്റിക് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് എലാസ്റ്റിക് കയറ്റി വെച്ച ശേഷം ലാസ്റ്റാണത് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 36 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ്. അപ്പോൾ 30 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയുന്ന എലാസ്റ്റിക് ആണെങ്കിൽ ഒരു 6 ഇഞ്ചൊക്കെ കുറക്കുന്നതിൽ കുഴപ്പമില്ല. ചില എലാസ്റ്റിക്കുകൾ സ്റ്റിഫായിട്ട് നിൽക്കുന്നതായിരിക്കും. അത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നും സാധാരണ 4 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഇത് നന്നായിട്ട് വലിയുന്ന എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ 6 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് സേഫ്റ്റി പിന്ന് കുത്തിയെടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പ് വഴി എലാസ്റ്റിക് കയറ്റി കൊടുക്കുക. അതിനുശേഷം ആ ഒരു എലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ നടുഭാഗത്തു കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. പലാസോ പാൻസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല കംഫർട്ടുമാണ് ഈ ഒരു പലാസോ പാൻറ് ഇട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്കിതിൻ്റെ കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം.
ആദ്യം നമുക്ക് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട് പീസിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് ഓപ്പൺ വരുന്ന ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ കരഭാഗം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം മാത്രമാണ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത ശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ കരഭാഗം വരുന്നത് കൊണ്ട് ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു നെക്ക് ഭാഗത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. നമുക്കിത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതല്ല ഓപ്പണായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് പീസുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് പീസുകളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അധികം വലിക്കാതെ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബസ് പോയിൻ്റ് നമ്മൾ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിൻ്റ് രണ്ട് പീസിലും ഒരേപോലെ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലും 2 സ്റ്റിച്ച് വീതം കൊടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കോളർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് എത്ര അളവ് വേണം എന്നുള്ളത് ഇതേപോലെ ഈ ഒരു ബാക്ക് പീസിൻ്റെ സെൻട്രൽ ഭാഗവും ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻട്രൽ ഭാഗവും ഇങ്ങനെ പിടിച്ച ശേഷം അളന്ന് നോക്കാം. ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ അറ്റം മുതൽ ഇതേപോലെ ചുറ്റിനും ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ 10.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10.5 എന്ന് പറയുമ്പോൾ 21 ഇഞ്ചിൽ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. പേപ്പർ ക്യാൻവാസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഒരു പേപ്പർ ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുണ്ട്. 14 ഇഞ്ച് ലെങ്ത്തും ഒരു 7 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ വീതിയിലുള്ള ഒരു ക്യാൻവാസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഫോൾഡഡ് സൈഡ് മുകൾ ഭാഗത്താണ്, ഓപ്പൺ സൈഡ് അടിവശത്താണ്. അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു 6.5 ഇഞ്ചിൽ സ്ട്രൈറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ചായിരുന്നു. അപ്പോൾ 6.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടെ ഒരു എൽ ഷേപ്പിലും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോളർ നെക്കിൻ്റെ അളവ് 10.5 ഇഞ്ചായിരുന്നു. അപ്പോൾ ഈ ഒരു
ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ഇതേപോലെ ആം ഹോൾ കർവൊക്കെ വരക്കുന്ന പോലെ വരച്ചെടുത്ത ശേഷം അതിൻ്റെ പുറത്തെ ഭാഗത്തേക്കായിട്ട് 3/4 ഇഞ്ചിൽ ഇതേ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഷേപ്പിൻ്റെ ചുറ്റിനും ഇതേപോലെ 3/4 ഇഞ്ചിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇതേപോലെ വരച്ച ശേഷം ആ പുറത്തെ ഭാഗത്തേക്കായിട്ട് നമ്മൾ വരച്ചെടുത്ത ആ ഒരു ലൈനിൽ കൂടി ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക. 10.5 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്ത ശേഷം മുകൾ ഭാഗത്തെ ആ ഒരു ലൈനിൻ്റെ അവിടെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് ഇതേപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു പോയിന്റിൽ നിന്നും 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് ഇങ്ങനെയൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് ഫ്ലാറ്റ് കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഗമ്മ് വരുന്ന ക്യാൻവാസിൻ്റെ ഗമ്മ് വരുന്ന ഭാഗം നമ്മൾ ഇതേ തുണിയിൽ തന്നെ ഉൾഭാഗത്ത് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള അതേ പീസിൻ്റെ അളവിൽ മറ്റൊരു പീസും കൂടി ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ ക്യാൻവാസ് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഭാഗം തയ്യൽ തുമ്പിന് വേണ്ടി 4 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. ആ ക്യാൻവാസ് ഒട്ടിച്ച പീസിൽ മാത്രം ഇതേപോലെ 4 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് ഒഴിവാക്കാൻ പറ്റും. ഇനി 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാൻവാസ് ഉള്ള പീസ് ഇതേപോലെ കയറ്റി വെച്ച് കൊടുത്തിട്ട് മറ്റേ പീസിൻ്റെ അടിവശത്തെ തയ്യൽ തുമ്പ് ഇതേപോലെ പുറത്തേക്ക് 4 ഇഞ്ച് വെക്കത്തക്ക രീതിയിലാണ് ഇത് പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അതല്ല സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടി ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കുർത്തിയുടെ ഉൾവശത്ത് ബാക്ക് സൈഡിലെ നെക്കിൻ്റെ ഭാഗം സെൻട്രൽ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോളറിൻ്റെ സെൻട്രൽ ഭാഗവും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് ഒട്ടിക്കാത്ത ആ ഒരു പീസ് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻട്രൽ ഭാഗം മുതൽ ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സെൻട്രൽ ഭാഗം മുതൽ മറ്റേ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. ഇനി അതല്ല ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം.
ഇനി ഈ ഒരു കോളറിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ഭാഗം നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് തയ്യൽ തുമ്പ് ഇതേപോലെ കവർ ചെയ്ത് പിടിച്ചിട്ട് അരികെ വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിച്ചു പിടിക്കാതെ വളരെ സ്ലോ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് ഫിനിഷിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തുണി വലിച്ചു പിടിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിൽ തന്നെ വ്യത്യാസം വരും. ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂചി കുത്തി നിർത്തിയിട്ട് മുകൾ ഭാഗത്തോടു കൂടിയും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആ ഒരു അറ്റത്ത് നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ചും കൂടി ഉള്ളിലോട്ട് നെക്കിൻ്റെ ഭാഗത്ത് വന്നിട്ട് അവിടെ വേണം കെട്ടിട്ടിട്ട് നിർത്താൻ. ഞാനിവിടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മുടെ നോർമൽ നെക്കിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. ഇനി അതല്ല ബട്ടൺ ഹോളും വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കോളർ നെക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗത്തേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ 4 ഇഞ്ച് ആണ് ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പീസ് ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് കൊടുത്തിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിവശത്തെ പീസ് അതിൽ കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുകളിൽ നിന്നും താഴെ വരെ ഈ ഒരു സൈഡ് വഴിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അടിവശത്ത് എത്തുന്ന സമയത്ത് ഏറ്റവും അടിയിൽ നിന്ന് മുകളിലോട്ടൊരു 10 ഇഞ്ച് ലെങ്ത്തിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടം വരെ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പകുതിക്ക് വെച്ചിട്ട് കെട്ടിട്ട് നിർത്തുകയാണ്. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഷോ ബട്ടൺ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഒരു 6 7 ഷോ ബട്ടൺ ഇതേപോലെ നിശ്ചിത ഗ്യാപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ്സാണ് റെഡിയാക്കി എടുക്കേണ്ടത്. നമുക്കത് റെഡിയാക്കി എടുത്ത ശേഷം സ്ലീവും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കണം. സ്ലീവ്സിൻ്റെ അടിവശത്ത് എക്സ്ട്രാ ഒരു പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3.5 ഇഞ്ചിലുള്ള പീസ് ഞാൻ ഇതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടൊരു പ്ലാക്കറ്റും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ചെറിയ പീസ്, അതായത് ഒരു 5 ഇഞ്ച് ലെങ്ത്തിലുള്ള പീസ് എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അഞ്ചിഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയുമുള്ള ഇതേപോലത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് ഉൾഭാഗത്തേക്കായിട്ട് ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അടിവശത്ത് സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വി ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അടിവശത്ത് എത്തുമ്പോൾ ഇതേപോലെ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടിഭാഗത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. അടിവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് സ്ക്രൂ ഡ്രൈവറോ പെന്നോ ഉപയോഗിച്ചിട്ട് കുത്തിയിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ കോർണറൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്നുകിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നഖത്തോട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതെങ്ങനെയാണ് സ്ലീവ്സിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് സ്ലീവ്സിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ആദ്യം ഈ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള പീസിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 ഇഞ്ച് വീതിയിലുള്ള പീസിൻ്റെയും നല്ല വശം മുകളിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പ്ലാക്കറ്റ് റെഡിയാക്കി വെച്ചത് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഈ ഒരു സ്ലീവ്സിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയും ആ ഒരു ചെറിയ പീസിൻ്റെയും ഇടയിലായിട്ടാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അടിവശത്ത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ പീസ് ഇതേപോലെ നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്ലാക്കറ്റ് ഇതേപോലെയാണ് വരിക. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ അടിവശം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഈ ഒരു പീസ് ഒഴിവാക്കിയിട്ടാണ് ആ ഒരു അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പീസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് അളവിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലാക്കറ്റിൻ്റെ അറ്റം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതും കൂടി ചേർത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഷോ ബട്ടൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്ലീവും ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം നമ്മുടെ കുർത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ കുർത്തിയുടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗവും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ സ്ലീവ്സിൻ്റെ ഫ്രണ്ട് ഭാഗം അരയിഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവ്സ് രണ്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവ്സിൻ്റെ അറ്റം മുതൽ താഴെ വരെ അളവനുസരിച്ചിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് എ-ലൈൻ കുർത്തിയാണ്, അതുകൊണ്ട് തന്നെ തയ്ക്കാനും സിമ്പിളായിട്ട് പറ്റും. അതിനുശേഷം അടിവശം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോഡ് സെറ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.